ശബരിമലയിൽ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര്, ഈ രണ്ടുപേരെയും SIT ചോദ്യം ചെയ്തു. ഇന്നലെ SITയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലാണ് രണ്ടുപേരും മൊഴി കൊടുക്കാൻ വന്നത്. രണ്ടുപേരുടെയും ദീർഘമായ രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് രണ്ട് തന്ത്രിമാരും പറഞ്ഞു. അത് ശബരിമലയിൽ നിന്ന് അവരെ സ്വർണ്ണപ്പാളി എല്ലാം കടത്തിക്കൊണ്ട് പോയപ്പം അതിന് ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരം അത് അവിടുന്ന് നീക്കം ചെയ്യുന്നു. അത് പ്രകാരം അതിൻ്റെ സമയനിഷ്ഠ, സമയങ്ങൾ, അതിൻ്റെ ദൈവഹിതം തങ്ങൾ നോക്കി അത് അനുമതി നൽകി ദൈവഹിതം നോക്കിയിട്ടാണ്. തന്ത്രിമാരുടെ ജോലി എന്ന് പറയുന്നത് ദൈവികമായ നിലപാടുകൾ എന്താണ് ഓരോ കാര്യത്തിലും അത് പറയുക എന്നുള്ളതാണ് തന്ത്രിമായ കണ്ഠരരും മോഹനരും ചെയ്തതെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടല്ല ഈ സ്വർണ്ണപ്പാളിയും അങ്ങനെയുള്ള വാതിലും അതുപോലെ തന്നെ ദ്വാരപാലകവും ഒക്കെ കടത്തിക്കൊണ്ട് പോയത് തങ്ങൾ പറഞ്ഞിട്ടില്ല, തങ്ങളുടെ ആവശ്യത്തിനല്ല. അതിൻ്റെ സമയം നോക്കി അതിൻ്റെ ദൈവഹിതം എന്താണെന്ന് അവർ പ്രശ്നം വെച്ച് നോക്കി അതിനുശേഷമാണ് അനുമതി കൊടുത്ത് അവർ കൊണ്ടുപോകുന്നത്. അവിടുത്തെ സ്വർണം പൂശലും സ്വർണം പൊതിയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത്. അതിനകത്ത് തങ്ങൾക്ക് പങ്കില്ല എന്നാണ് അവർ രണ്ടുപേരും കൊടുത്ത മൊഴി. ഹൈക്കോടതി എന്തായാലും ഈ മാസം 27 വരെ ഈ സ്വർണ്ണത്തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ അനുമതി SITക്ക് കൊടുത്തിട്ടുണ്ട്. അതിനി ഡിസംബർ 3 ഹൈക്കോടതി വീണ്ടും ഇത് പരിഗണിക്കും. അന്വേഷണം എങ്ങും ചെന്ന് എത്തിയിട്ടില്ല, ഇനിയോ എത്രയോ കാലം മുന്നോട്ട് പോകണം എന്ന് SITക്ക് അറിയാം. അത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും. ഈ കേസിൻ്റെ അന്വേഷണം ഒരു ഇൻസ്റ്റൻസ് വെച്ച് നിർത്താൻ കഴിയില്ല. കാരണം ഇത് 2019 ആരോപണമാണ് മെയിനായിട്ട് ഹൈക്കോടതി അത് പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തതെങ്കിലും 1998-99 കാലഘട്ടം മുതൽ തുടർച്ചയായ മോഷണം ശബരിമലയിൽ നിന്ന് നടക്കുന്നു, സ്വർണ്ണത്തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള വസ്തുതകൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. ആ വിവരം ഹൈക്കോടതിയിൽ ധരിപ്പിക്കും. അതിനുശേഷം ഇക്കാര്യത്തിൽ അന്വേഷണത്തിൻ്റെ ഒരു ഇൻസ്റ്റൻസെങ്കിലും ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിയുമോ എന്ന് ഹൈക്കോടതി പരിശോധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതില്ലെങ്കിൽ അന്വേഷണം തുടർച്ചയായിട്ട് നടത്താനുള്ള അനുമതി ഡിവിഷൻ ബെഞ്ച് കൊടുക്കും എന്നാണ് വരുന്നത്. ഏതായാലും ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV വിജയകുമാറിൻ്റെയും ബെഞ്ചാണ് ദേവസ്വം ബോർഡിൻ്റെ ഒക്ടോബർ 6 2025 ഹൈക്കോടതി ആദ്യത്തെ ഉത്തരവ് വരുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് അന്വേഷണം നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശബരിമല തന്ത്രിയെ ചോദ്യം ചെയ്തത് അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും റോളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും അനുമതി കൊടുത്തത് എങ്ങനെയാണ്, അത് ദൈവഹിതം അനുസരിച്ച് മണ്ഡലകാലം ശുദ്ധീകരണത്തിൻ്റെ പുണ്യനാളുകളിൽ ആണ് അവർ കൂടുതലും ശബരിമലയുമായിട്ട് ഒട്ടി നിൽക്കുന്നത്. വൃശ്ചിക മാസം ആരംഭിക്കുന്നതോടെ വ്രതാനുഷ്ഠാനം തുടങ്ങും. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ്. ഈ മണ്ഡലകാലത്ത് നമുക്ക് മാനസിക വിശുദ്ധി വേണം, ആത്മനിയന്ത്രണം വേണം. അവയൊക്കെ കൈവരിക്കുന്നതിന് 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുകയാണ്. അത് ഈശ്വരവിശ്വാസിക്കും കൊള്ളാം, ഈശ്വരനിൽ വിശ്വാസം ഇല്ലാത്തവർക്കും കൊള്ളാം, അത് ഏത് പാർട്ടിക്കാർക്കും കൊള്ളാം. കാരണം മാനസികമായ ഒരു വിശുദ്ധി, ആത്മനിയന്ത്രണമൊക്കെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആവശ്യമാണ്. തങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു പോയ തെറ്റുകളെപ്പറ്റി മനസ്താപത്തോടുകൂടി, ആ തെറ്റുകൾ തെറ്റാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, പക്ഷെ പുറത്ത് കാണിക്കാറില്ല. ആ തെറ്റുകളെ പറ്റി നമുക്ക് പശ്ചാത്താപിക്കാം. അതിന് ഉള്ള ഒരു വ്രതം 41 ദിവസം. അടുത്ത ഒരു വർഷം, അടുത്ത വീണ്ടും മലയ്ക്ക് കയറുന്നതിനിപ്പുറം നമ്മൾ പാപങ്ങളൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഇതുവരെയുള്ള മോഷണം നടത്തില്ല, ഇതുപോലെ തട്ടിപ്പ് നടത്തില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കത്തില്ല, മറ്റുള്ളവരെ കൊല്ലുകയില്ല, നമ്മൾ ആൾക്കാരെ പെൺകുട്ടികളെ പീഡിപ്പിക്കില്ല. ഇങ്ങനെയുള്ള നമുക്ക് പശ്ചാത്താപത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഈ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഒരു കൃത്യമായ ഒരു മാനസിക ധൈര്യം ഉണ്ടാക്കി ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല
തെറ്റുപോയത് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വ്രതാനുഷ്ഠാനം കഴിഞ്ഞാൽ ശബരിമല കയറുമ്പോൾ നമ്മുടെ മനസ്സിൽ അതാണ് വരേണ്ടത്. അതിൻ്റെ ഒരു ആത്മീയതയാണ് ശബരിമലയിൽ നമ്മൾ കാണുന്നത്. ആ സ്ഥലത്താണ് ഇപ്പം മോഷണം നടന്നിരിക്കുന്നത്. മാനസിക വിശുദ്ധിയുടെ കാര്യം ഒക്കെ നമ്മൾ 41 ദിവസത്തെ വ്രതം നടത്തിക്കഴിഞ്ഞ് മല കയറി പമ്പയിൽ നിന്ന് 5 കിലോമീറ്റർ നമ്മൾ നടന്ന് സന്നിധാനത്തെത്തും. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ അവിടെ വരും. അതുതന്നെയല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുള്ളവരൊക്കെ നടന്നു വരുന്നവരുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് സാമൂഹ്യ ശരണം വിളിച്ച് അവർ തുടർച്ചയായിട്ട് ചെരുപ്പ് പോലില്ലാതെ നടന്ന് കാലൊക്കെ പൊട്ടി നടന്ന് അവർ ശബരിമല കയറുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. കാരണം അത് ആത്മീയ നിയന്ത്രണം കിട്ടാനും ഒരു മാനസിക വിശുദ്ധി ഉണ്ടാകാനുമൊക്കെ വേണ്ടി അവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 18-ാം പടി ചെല്ലുമ്പം ആദ്യത്തെ 5 പടികളെ പറ്റി ഒരു സങ്കല്പമുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ആദ്യത്തെ 5 പടികളെന്നാണ് കരുതുന്നത്. എല്ലാവർക്കും അത് നിശ്ചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് സങ്കല്പം. ആദ്യത്തെ 5 പടികൾ, 18 പടിയിലെ ആദ്യത്തെ 5 പടികൾ, ആദ്യത്തെ പടി കണ്ണാണ്, 2ാമത്തെ പടിയാണ് മൂക്ക്, 3ാമത്തെ പടി നാക്ക്, 4ാമത് നമ്മൾ ത്വക്ക്, 5ാമത് ചെവി. ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങൾ അടങ്ങുന്ന ഓരോ സ്റ്റെപ്പുകളാണ് ആദ്യത്തെ 5 സ്റ്റെപ്പ്. അതുകൂടാതെ അടുത്ത 8 പടികൾ കൂടിയുണ്ട്. കാരണം 18 പടിയുണ്ട്. ആദ്യത്തെ 5 സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നീടുള്ള ആ അടുത്ത പടികളിലെ 8 പടികളിലെ അഷ്ടരാഗങ്ങളുടെ കാലഘട്ടം അല്ലെങ്കിൽ അതേപ്പറ്റിയാണ് പറയുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മദ്യം, മാത്സര്യം, ഡംബ്, അസൂയ. ഇതിനൊക്കെ മരുന്ന് വേണം. അങ്ങനെ ചിന്തിക്കണം അടുത്ത പടികളിൽ എന്നൊക്കെയാണ് ഈ അടുത്ത 8 പടികൾ. അവസാനത്തെ 5 പടികൾ നമുക്ക് വിശുദ്ധി വരും എന്നാണ് കരുതുന്നത്. ആ വിശുദ്ധി കഴിഞ്ഞ് നമ്മൾ അതിനുശേഷം അയ്യപ്പനെ തൊഴുത് നമ്മൾ മടങ്ങുന്ന കാഴ്ചയാണ്. അതൊക്കെയാണ് പഴയ ആൾക്കാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. മാനസിക വിശുദ്ധിയും ആത്മനിയന്ത്രണവും ഒന്ന് മാത്രമാണ് നമുക്ക് ശബരിമലയിൽ നിന്ന് ലഭിക്കേണ്ടത്. അപ്പോൾ അതിനാണ് ഈ വിശുദ്ധിയുടെ ആ സ്ഥലത്ത് നമ്മൾ മല കയറുന്നത്, വ്രതം അനുഷ്ഠിക്കുന്നത്. ഇത് എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ മതക്കാർക്കും നല്ലതായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ മലകളിലും പല ക്രിസ്ത്യൻ മലകളിൽ പലരും പോകുന്നത് നമുക്ക് കാണാം. അതൊക്കെ ആത്മനിയന്ത്രണവും വിശുദ്ധിയും ഒക്കെ കിട്ടാൻ വേണ്ടി തന്നെയാണ്. അത് തന്നെയാണ് ശബരിമലയിൽ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഈ കള്ളന്മാർ അവിടുത്തെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയെന്നുള്ളൂ. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ശിക്ഷ അർഹിക്കുന്നുണ്ട്. അവർക്ക് പശ്ചാത്താപമില്ല. കാരണം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് തന്നെ തീർച്ചയായിട്ടും അവർ വളരെ മോശമായ മാനസിക അവസ്ഥയുള്ളവരും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരും സമൂഹത്തിലെ കള്ളന്മാരും കൊള്ളക്കാരുമായി പ്രവർത്തിക്കുന്നതും അവരുടെ പ്രവർത്തനം വളരെ ബുദ്ധിപൂർവം നമ്മൾ സമൂഹം അറിയാത്ത രീതിയിൽ തട്ടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ശബരിമലയിൽ സ്ഥാനമില്ല. നമുക്ക് ശബരിമലയിൽ പോകുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് കൂടിയാണ് ഞാൻ പറഞ്ഞു വച്ചത്.